Hello, welcome to our English class. Today we are going to discuss a new chapter. It is from Unit 2, Ways of Ensuring. Our new chapter is Gender Equality, Make it a Habit. ജെൻഡർ ഈക്വാലിറ്റി എന്താണ്, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരണം എന്നതിനെ കുറിച്ചിട്ടാണ് പുതിയ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. റീഡ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം എ ബ്ലോഗ് ബൈ എ സെൽഫ് എംപ്ലോയ്ഡ് വുമൺ who wishes to live in a world that practices gender equality. ഇവിടെ നമുക്ക് ഒരു ബ്ലോഗാണ് തന്നിട്ടുള്ളത്. ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഡയറി. ഓൺലൈനിൽ നമ്മൾ എഴുതുന്ന ഡയറിയാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. ഈ ഡയറി എഴുതിയ ആൾ ബൈ എ സെൽഫ് എംപ്ലോയ്ഡ് വുമൺ, സ്വന്തമായിട്ട് ജോലിയൊക്കെയുള്ളൊരു സ്ത്രീയാണ് ഇത് എഴുതിയതെന്ന് പറഞ്ഞു. ഹൂ വിഷസ് ടു ലീവ് ഇൻ എ വേൾഡ് ദാറ്റ് പ്രാക്ടീസസ് ജെൻഡർ ഈക്വാലിറ്റി. അവർ ജെൻഡർ ഈക്വാലിറ്റി ആഗ്രഹിക്കുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ എന്താണ് ജെൻഡർ ഈക്വാലിറ്റി എന്നാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ജെൻഡർ ഈക്വാലിറ്റി ഈസ് സംതിങ് വി ഹാവ് ആൾ ബീൻ ടോക്കിംഗ് അബൌട്ട് ഫോർ എ വൈൽ നൗ. ഇറ്റ് ഈസ് സ്ട്രേഞ്ച് ദാറ്റ് ഈവൻ ടുഡേ മെനി വിമൻ ആർ നോട്ട് അവെയർ ഓഫ് ദെയർ റൈറ്റ്സ് or they have to fight to get what is rightfully theirs. Just today, one of my friends was telling how, in spite of being highly educated, Kerala's women are facing many issues even at home. ജെൻഡർ ഈക്വാലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്കറിയേണ്ടത് എന്താണ് ജെൻഡർ എന്നാണ്. അപ്പോൾ ജെൻഡർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മാൻ, വിമൺ ഓർ ട്രാൻസ്ജെൻഡർ. അല്ലേ, മാൻ ആണോ, വിമൺ ആണോ, ട്രാൻസ്ജെൻഡർ ആണോ, അതായത് സ്ത്രീയാണോ പുരുഷനാണോ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണോ എന്നുള്ളത്. അപ്പോൾ ജെൻഡർ ഈക്വാലിറ്റി ഈസ് സംതിങ് വി ഹാവ് ആൾ ബീൻ ടോക്കിംഗ് അബൌട്ട് ഫോർ എ വൈൽ നൗ. ഈയിടെയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ് ജെൻഡർ ഈക്വാലിറ്റി. അതായത് സമൂഹത്തിൽ മാനും വിമണും ട്രാൻസ്ജെൻഡറും ഈക്വൽ ആണ് എന്നുള്ള കാര്യം. ഇറ്റ് ഈസ് സ്ട്രേഞ്ച് ദാറ്റ് ഈവൻ ടുഡേ മെനി വിമൺ ആർ നോട്ട് അവെയർ ഓഫ് ദെയർ റൈറ്റ്സ്. പക്ഷെ ഇപ്പോഴും നമുക്ക് അപരിചിതമായിട്ട് തോന്നുന്നൊരു കാര്യമാണ് ഈവൻ ടുഡേ, അല്ലേ, ഇന്ന് പോലും മെനി വിമൺ ആർ നോട്ട് അവെയർ ഓഫ് ദെയർ റൈറ്റ്സ്. പല സ്ത്രീകളും അവരുടെ അവകാശങ്ങളെ കുറിച്ചിട്ട് ബോധവാന്മാരല്ല എന്നുള്ളത്. ഓർ ദേ ഹാവ് ടു ഫൈറ്റ് ടു ഗെറ്റ് വാട്ട് ഈസ് റൈറ്റ്ഫുള്ളി ദേ ആർ. അല്ലെങ്കിൽ എന്താണ്, അവരാരും തന്നെ അവർക്ക് സ്വന്തമായിട്ട് എന്താണോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ എന്താണോ അതിന് വേണ്ടിയിട്ട് അവരാരും തന്നെ ഫൈറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. Just today, one of my friends was telling how, in spite of being highly educated, Kerala's women are facing many issues even at home. അപ്പോൾ ഈ ബ്ലോഗ് എഴുതിയ ആൾ നമ്മുടെ അടുത്ത് പറയാണ്, ജസ്റ്റ് ടുഡേ, ഇന്ന് പോലും വൺ ഓഫ് മൈ ഫ്രണ്ട്സ് വാസ് ടെല്ലിങ്, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്, ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഹൈലി എഡ്യൂക്കേറ്റഡ് കേരളാസ് വുമൺ ആർ ഫേസിങ് മെനി ഇഷ്യൂസ് ഈവൻ അറ്റ് ഹോം. കൂടുതൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ പോലും കേരളത്തിലെ സ്ത്രീകൾ പലപ്പോഴും പല ഇഷ്യൂസും ഫേസ് ചെയ്യുന്നുണ്ട് അവരുടെ വീടുകളിൽ വെച്ചിട്ട് തന്നെ എന്നാണ് അവരുടെ ഫ്രണ്ട് അവരുടെ അടുത്ത് പറഞ്ഞു എന്ന് അവർ ഈ ബ്ലോഗിൽ എഴുതിയിട്ടുള്ളത്. ഷീ വാസ് അറ്റൻഡിങ് എ കോൺഫറൻസ് ഓൺ ദ സെയിം ആൻഡ് വാസ് ഷെയറിങ് ദീസ് തോട്ട്സ്. ഇൻ ഫാക്ട് മോസ്റ്റ് വുമൻ വിത്ത് എഡ്യൂക്കേഷൻ ആർ അൺഎംപ്ലോയ്ഡ്. ഹാസ് അൺഎംപ്ലോയ്മെൻറ്റ് ഗോട്ട് ടു ഡു എനിത്തിങ് വിത്ത് വയലൻസ് അഗൈൻസ്റ്റ് വുമൻ? Do men feel superior to the unemployed women at home? Does merely being a woman make them vulnerable at the office, or is it something else? She was attending a conference. അവരൊരു കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് on the same and was sharing these thoughts. ആ കോൺഫറൻസിലും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു അല്ലെങ്കിൽ ഷെയർ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. ഇൻ ഫാക്ട് മോസ്റ്റ് വുമൻ വിത്ത് എഡ്യൂക്കേഷൻ ആർ എംപ്ലോയിഡ്. അപ്പോൾ അവിടെ നിന്ന് ഒരു സത്യം മനസ്സിലായി, എന്താണ്, മോസ്റ്റ് വുമൻ വിത്ത് എഡ്യൂക്കേഷനുള്ള സ്ത്രീകൾ പോലും ജോലി ചെയ്യുന്നില്ല, അവർ പോലും അൺഎംപ്ലോയിഡ് ആണ് എന്നുള്ളത്. ഹാസ് അൺഎംപ്ലോയ്മെൻറ്റ് ഗോട്ട് ടു ഡു എനിത്തിങ് വിത്ത് വയലൻസ് എഗൻസ്റ്റ് വുമൺ. ഈ ജോലി ഇല്ലാതെ ഇരിക്കുന്നത് എന്താണ്, സ്ത്രീകളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് ആൾസോ എ റീസൺ ഫോർ വയലൻസ് എഗൻസ്റ്റ് വുമൺ. സ്ത്രീകൾക്കെതിരെ വയലൻസ് അല്ലെങ്കിൽ അവർക്കെതിരെ ഉള്ള അതിക്രമങ്ങൾക്കൊക്കെ കാരണം എന്താണ്, ഈ ജോലി ഇല്ലായ്മ കൂടിയാണ് എന്നാണ് പറയുന്നത്. ഡു മെൻ ഫീൽ സുപ്പീരിയർ ടു ദ അൺഎംപ്ലോയ്ഡ് വുമൺ അറ്റ് ഹോം. കാരണം എന്താണ്, പലപ്പോഴും പുരുഷന്മാർക്ക് അവർ ചിന്തിക്കുകയാണ് ദേ ആർ സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ ബെറ്റർ ദാൻ, സ്ത്രീകളെക്കാളും ഏറ്റവും നല്ലത് പുരുഷന്മാരാണ് എന്ന് വിചാരിക്കുകയാണ്. ഈവൻ അറ്റ് ഹോം, സ്വന്തം വീട്ടിൽ പോലും ഉള്ള ആളുകൾ ആ രീതിയിലാണ് സ്ത്രീകളെ കാണുന്നത്. മെൻ സുപ്പീരിയർ ആണ്, വിമൺ ഇൻഫീരിയർ ആണ് എന്നുള്ള രീതിയിൽ. Does merely being a woman make them vulnerable at the office?
പിന്നെ അതുപോലെ തന്നെ ഡസ് മിയർലി ബീങ് എ വുമൺ മേക്ക് ദം വൾണറബിൾ മീനിങ് നോട്ട് സേഫ്. ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ പോലും അവരുടെ ഓഫീസിൽ നിന്നും അവരെത്രമാത്രം എന്താണ് സേഫ് അല്ല എന്നാണ് പറയുന്നത്. ഓർ ഈസ് ഇറ്റ് സംതിങ് എൽസ്, അല്ലെങ്കിൽ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും എന്താണ് പലപ്പോഴും സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ്. It is high time gender equality became a habit at home and in public spaces. Then women will no longer have to fight for it and men won't be forced to practice it. But how can this become a habit? It is high time gender equality became a habit at home and in public spaces. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ശീലം എന്നാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഹൈ ടൈം, അല്ലെ, സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്തിനുള്ളതാണ്? ജെൻഡർ ഈക്വാലിറ്റി ബിക്കം എ ഹാബിറ്റ് അറ്റ് ഹോം ആൻഡ് ഇൻ പബ്ലിക് സ്പേസസ്. നമ്മുടെ വീടുകളിലും അതുപോലെ പബ്ലിക് സ്ഥലങ്ങളിലൊക്കെ എന്താണ് ജെൻഡർ ഈക്വാലിറ്റി കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. Then women will no longer have to fight for it and men won't be forced to practice it. സ്ത്രീകൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വിൽ നോ ലോങ്ങർ ഹാവ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്, ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മെൻ വോണ്ട് ബി ഫോഴ്സ് ടു പ്രാക്ടീസ് ഇറ്റ്. പുരുഷന്മാരാണെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള ജെൻഡർ ഇക്വാലിറ്റി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരും തന്നെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ബട്ട് ഹൗ ക്യാൻ ദിസ് ബിക്കം എ ഹാബിറ്റ്, എങ്ങനെയാണ് നമുക്കിതൊരു ഹാബിറ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുക എന്നാണ് ഇനി ചിന്തിക്കുന്നത്. From what I have understood, women need to realize their strength and improve them, and men would realize the value of women. But how does it happen? It has to start from home. Parents have to respect each other as individuals, share responsibilities, and give each other some personal space. When children grow up seeing their parents sharing responsibilities and not interfering with each other's space, they also begin to respect others. Thus, gender equality becomes a habit. അപ്പോൾ ഇവരാദ്യം പറഞ്ഞു വീടുകളിലാണ് ജെൻഡർ ഈക്വാലിറ്റി സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് അടുത്തായിട്ട് പറയുന്നത്. ഫ്രം വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ്, വിമൺ നീഡ് ടു റിയലൈസ് ദെയർ സ്ട്രെങ്ത്സ് ആൻഡ് ഇംപ്രൂവ് ദം. അപ്പോൾ ആദ്യമായിട്ട് ഇവർ പറയുന്നത് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ്, എനിക്ക് എന്താണ് മനസ്സിലായത് ഇതിനെക്കുറിച്ച് എന്നാണ് അവർ പറയുന്നത്. വിമൺ നീഡ് ടു റിയലൈസ് ദെയർ സ്ട്രെങ്ത്, സ്ത്രീകൾ എന്താണ്, സ്ത്രീകളുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയണം. ആൻഡ് ഇംപ്രൂവ് ദം, എന്നിട്ട് എന്ത് ചെയ്യണം, അവർ മെച്ചപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകണമെന്ന് പറയണം. ആൻഡ് മെൻ ഷുഡ് റിയലൈസ് ദ വാല്യൂ ഓഫ് വിമൺ, അതുപോലെ തന്നെ പുരുഷന്മാരും എന്താണ് സ്ത്രീകളുടെ വാല്യൂ എന്താണ് അല്ലെങ്കിൽ സ്ത്രീയുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് പറയണം. ബട്ട് ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ, പക്ഷെ അത് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് ഇനി പറയുന്നത്. ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം ഹോം, അപ്പോൾ വീടുകളിൽ നിന്നാണിത് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞു. പാരൻസ് ഹാവ് ടു റെസ്പെക്റ്റ് ഈച്ച് അതർ ആസ് ഇൻഡിവിജ്വൽസ്, അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണ്, പാരൻസ് ഹാവ് ടു റെസ്പെക്റ്റ് ഈച്ച് അതർ ആസ് ഇൻഡിവിജ്വൽസ്. പാരൻസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം. ആസ് ഇൻഡിവിജ്വൽസ്, ഓരോ വ്യക്തികൾ എന്ന രീതിയിൽ പരസ്പരം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം എന്ന് പറഞ്ഞു. ഷെയർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഗീവ് ഈച്ച് അതർ സം പേഴ്സണൽ സ്പേസ്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗീവ് ഈച്ച് അതർ സം പേഴ്സണൽ സ്പേസ്, എല്ലാവർക്കും പേഴ്സണലായിട്ടുള്ള ഒരു സ്പേസ്, എല്ലാവർക്കും എന്താണ് വ്യക്തിപരമായിട്ടുള്ള ഒരു സ്പേസ് കൂടി കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞു. വെൻ ചിൽഡ്രൻ ഗ്രോ അപ്പ് സീയിങ് ദെയർ പാരൻസ് ഷെയറിങ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് നോട്ട് ഇൻ്റർഫിയറിങ് വിത്ത് ഈച്ച് അതർ സ്പേസ്, ദേ ആൾസോ ബിഗിൻ ടു റെസ്പെക്റ്റ് അതേഴ്സ്. അപ്പോൾ വെൻ ചിൽഡ്രൻ ഗ്രോ അപ്പ്, പാരൻസ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് വളരുന്ന കുട്ടികൾ എന്ത് ചെയ്യും, ദേ ആർ സീയിങ് ദെയർ പാരൻസ് ഷെയറിങ് റെസ്പോൺസിബിലിറ്റി, അവരും അതുപോലെ തന്നെ എന്താണ് പാരൻസ് റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നത് കണ്ടുപഠിക്കും. അതുപോലെ തന്നെ നോട്ട് ഇൻ്റർഫിയറിങ് വിത്ത് ഈച്ച് അതർ സ്പേസ്, മറ്റുള്ളവരുടെ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറുന്ന രീതികൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും അവരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കും. അതുപോലെ തന്നെ ദേ ആൾസോ ബിഗിൻ ടു റെസ്പെക്റ്റ് അതേഴ്സ്, മറ്റുള്ളവരെ ബഹുമാനിക്കാനും പഠിക്കും. ദസ് ജെൻഡർ ഈക്വാലിറ്റി ബിക്കംസ് എ ഹാബിറ്റ്, അങ്ങനെ നമുക്ക് എന്താണ് ജെൻഡർ ഈക്വാലിറ്റി ഒരു ശീലമായിട്ട് മാറ്റാൻ പറ്റുമെന്നാണ്. The husband will no longer be the only earning member and the wife the manager of household matters. Children should grow up in an environment where both parents work and share the household works. Then they will also learn naturally that respect and freedom should not be connected to gender, social status or financial security. Let us have our own likes and dislikes and realize and accept that each one is different. Then we become equal. Soon it becomes natural to treat the other gender as equal and to expect it in return too.
അപ്പോൾ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫാണ്. ദ ഹസ്ബൻഡ് വിൽ നോ ലോങ്ങർ ബി ദ ഓൺലി ഏണിംഗ് മെമ്പർ ആൻഡ് ദ വൈഫ് ദ മാനേജർ ഓഫ് ഹൗസ് ഹോൾഡ് മാറ്റേഴ്സ്. ഇപ്പോൾ പഴയ കാലത്തിലൊക്കെ നമ്മൾ കണ്ടിരുന്ന പോലെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ നോ ലോങ്ങർ ബി ദ ഓൺലി ഏണിംഗ് മെമ്പർ. വീട്ടിലേക്ക് ആവശ്യമുള്ള ഏണിംഗ് അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരാൾ ആയിട്ട് നമ്മൾ എപ്പോഴും ഹസ്ബൻഡിനെ കാണരുത്. അതുപോലെ തന്നെ ദ വൈഫ് ദ മാനേജർ ഓഫ് ഹൗസ് ഹോൾഡ് മാറ്റേഴ്സ്, വീട്ടുകാര്യങ്ങൾ നോക്കുന്ന അല്ലെങ്കിൽ വീട്ടിലെ ഒരു മാനേജർ എന്ന രീതിയിൽ വൈഫിനെയും കാണരുത് എന്ന് പറയണം. ചിൽഡ്രൻ ഷുഡ് ഗ്രോ അപ്പ് ഇൻ ആൻ എൻവയോൺമെൻറ്റ് വേർ ബോത്ത് പാരൻസ് വർക്ക് ആൻഡ് ഷെയർ ദ ഹൗസ് ഹോൾഡ് വർക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുട്ടികൾ വളരേണ്ടത് എങ്ങനെയുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിലാണെന്ന് പറയുന്നത്. വേർ ബോത്ത് പാരൻസ് വർക്ക്, പാരൻസ് രണ്ടാളുകളും അതായത് അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലി ആവണം. അതുപോലെ തന്നെ ഷെയർ ദ ഹൗസ് ഹോൾഡ് വർക്ക്, വീട്ടുകാര്യങ്ങളും പരസ്പരം രണ്ട് ആളും ഷെയർ ചെയ്യുന്ന രീതി കണ്ടിട്ട് വേണം കുട്ടികൾ വളരാൻ എന്നാണ് പറഞ്ഞത്. Then they will also learn naturally that respect and freedom should not be connected to your gender, social status or financial security. എന്നിരുന്നാൽ മാത്രമേ they will also learn, അവർ പഠിക്കുള്ളൂ എന്താ, റെസ്പെക്റ്റ് ആൻഡ് ഫ്രീഡം ഷുഡ് നോട്ട് ബി കണക്റ്റഡ് ടു യുവർ ജെൻഡർ. ഒരാളുടെ ജെൻഡർ നോക്കിയിട്ട് നമുക്ക് ഒരാൾക്ക് ഫ്രീഡം കൊടുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ബഹുമാനിക്കാനോ പറ്റില്ല. അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസ്, സൊസൈറ്റിയിൽ സമൂഹത്തിലെ സ്റ്റാറ്റസ് നോക്കിയിട്ടല്ല ഒരാൾക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഫിനാൻഷ്യലി എത്രമാത്രം സേഫ്റ്റി ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ഒരാളെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നും കുട്ടികൾക്ക് ആ രീതിയിലൂടെ മനസ്സിലാവും. പരസ്പരം എന്താണ് വീടുകളിലുള്ളവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ. ലെറ്റ് us have our own likes and dislikes and realize and accept that each one is different. ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റിയലൈസ് ആൻഡ് ആക്സെപ്റ്റ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഡിഫറെൻറ്റ്, ഓരോരുത്തരും എന്താണ് വ്യത്യസ്തരാണ് എന്നുള്ളത് മനസ്സിലാക്കാനും അല്ലെ അത് എന്താണ് സ്വീകരിക്കാനും എല്ലാവർക്കും കഴിയുന്നു. ദെൻ വി ബിക്കം ഈക്വൽ, അങ്ങനെ മറ്റുള്ളവരെ മനസ്സിലാക്കി എല്ലാവരും ഒരുപോലെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വി ബിക്കം ഈക്വൽ, എല്ലാവരും ഈക്വൽ ആയിരിക്കും. സോ ഇറ്റ് ബിക്കംസ് നാച്ചുറൽ ടു ട്രീറ്റ് ദ അതർ ജെൻഡർ ആസ് ഈക്വൽ ആൻഡ് എക്സ്പെക്റ്റ് ഇറ്റ് ഇൻ റിട്ടേൺ ടു. അപ്പോൾ ആ രീതിയിലൂടെ എന്താണ്, ഇറ്റ് ബിക്കംസ് നാച്ചുറൽ ടു ട്രീറ്റ് ദ അതർ ജെൻഡർ ആസ് ഈക്വൽ, എല്ലാ ജെൻഡറിനെയും ഒരേപോലെ കാണുക. അപ്പോൾ അതിനെ ടു എക്സ്പെക്റ്റ് ഇറ്റ് ഇൻ റിട്ടേൺ ടു, തിരിച്ചും എന്താണ് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് തിരിച്ചു കിട്ടുക. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും ഈക്വലായിട്ട് കാണുകയാണെങ്കിൽ ഇങ്ങോട്ടും തന്നെ എല്ലാവരും ഈക്വലായിട്ട് തന്നെയായിരിക്കും കാണുന്നത്. ഇത്രയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ബ്ലോഗ് അല്ലെങ്കിൽ ഓൺലൈൻ ഡയറി. ഇനി ഇവിടെ നമുക്ക് നോക്കാം വേർഡ്സ് എക്സ്പ്ലെയിൻഡ്. ഏതൊക്കെ വേർഡാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്? ജെൻഡർ, ജെൻഡർ എന്നുള്ള വേർഡിൻ്റെ മീനിങ് ആണ് മാൻ, വിമൺ ഓർ ട്രാൻസ്ജെൻഡർ, സ്ത്രീ, പുരുഷൻ, അതുപോലെ ട്രാൻസ്ജെൻഡർ. ഈ മൂന്ന് വിഭാഗത്തിനെ ഒരുമിച്ച് കാണുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ പറഞ്ഞു ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ളത് പറഞ്ഞു. നെക്സ്റ്റ് വേർഡ് റൈറ്റ്ഫുള്ളി, റൈറ്റ്ഫുള്ളി മീനിങ് ബൈ ലോ അല്ലെ, നിയമപ്രകാരം എന്നുള്ള മീനിങ് ആണ് കിട്ടുന്നത്. അടുത്ത സുപ്പീരിയർ, സുപ്പീരിയർ മീനിങ് ബെറ്റർ ദാൻ. നെക്സ്റ്റ് വേർഡ് വൾണറബിൾ, വൾണറബിൾ എന്ന് പറഞ്ഞാൽ വീക്ക് അല്ലെങ്കിൽ നോട്ട് സേഫ്, സേഫ് അല്ല എന്നുള്ള ആ ഒരു മീനിങ് ആണ്. സെക്യൂരിറ്റി, സെക്യൂരിറ്റി മീനിങ് സേഫ്റ്റി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനാണ്. അതായത് ടെക്സ്റ്റിൽ പോസ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ ഓതർ മെൻഷൻ ഇൻ ജനറൽ അബൌട്ട് ദ വിമൺ ഇൻ കേരള? കേരളത്തിലെ സ്ത്രീകളെ കുറിച്ചിട്ട് നമ്മളടുത്ത് ഈ ഓതർ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. ഓതർ എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കേരളത്തിലെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. കേരളാസ് വിമൺ ആർ ഫേസിങ് മെനി ഇഷ്യൂസ് ഈവൻ അറ്റ് ഹോം. വീടുകളിൽ പോലും കേരളത്തിലെ സ്ത്രീകൾ എന്താണ് പല ഇഷ്യൂസും ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഷുഡ് ജെൻഡർ ഈക്വാലിറ്റി ബിഗിൻ? എവിടെ വെച്ചിട്ടാണ് നമ്മൾ ജെൻഡർ ഈക്വാലിറ്റി സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ജെൻഡർ ഈക്വാലിറ്റി ബിഗിൻസ് ടു ഹോം ആൻഡ് പബ്ലിക് സ്പേസസ്. അല്ലെ, ജെൻഡർ ഈക്വാലിറ്റി വീടുകളിലും അതുപോലെ തന്നെ പബ്ലിക് സ്പേസസിലും അല്ലേ, പൊതു ഇടങ്ങളിലൊക്കെ എന്താണ് ജെൻഡർ ഈക്വാലിറ്റി നമ്മൾ കൊണ്ടു പോകണം എന്നാണ് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ. മെൻഷൻ എ ഫ്യൂ തിങ്സ് ദാറ്റ് മെൻ ആൻഡ് വിമൺ ക്യാൻ ഡു അറ്റ് ഹോം ടു എൻഷുർ ജെൻഡർ ഈക്വാലിറ്റി. വീടുകളിൽ വെച്ചിട്ട് സ്ത്രീക്കും പുരുഷനും എന്താണ് ജെൻഡർ ഈക്വാലിറ്റി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചോദിച്ചത്. റെസ്പെക്റ്റ് ഈച്ച് അതർ ആസ് ഇൻഡിവിജ്വൽസ്, ഷെയർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഗീവ് ഈച്ച് അതർ സം പേഴ്സണൽ സ്പേസ്. അല്ലേ, എന്ത് ചെയ്യുക, റെസ്പെക്റ്റ് ഈച്ച് അതർ ആസ് ഇൻഡിവിജ്വൽ, ഓരോരുത്തരും എന്താണ് ഓരോ വ്യക്തികളാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക,
റെസ്പെക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആൻഡ് ഗീവ് ഈച്ച് അതർ സം പേഴ്സണൽ സ്പേസ്, ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ടൊരു ഏരിയ അല്ലെങ്കിൽ ഒരു സ്പേസ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ എന്താണ് ജെൻഡർ ഈക്വാലിറ്റി വീടുകളിൽ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ആൻ എൻവയോൺമെൻറ്റ് ഈസ് ബെസ്റ്റ് ഫോർ ചിൽഡ്രൻ? കുട്ടികളെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള എൻവയോൺമെൻ്റ് ആണ് നല്ലത് എന്നുള്ളത്. അപ്പോൾ ചിൽഡ്രൻ ഷുഡ് ഗ്രോ അപ്പ് ഇൻ ആൻ എൻവയോൺമെൻറ്റ് വെർ ബോത്ത് പാരൻസ് വർക്ക് ആൻഡ് ഷെയർ ദ ഹൗസ് ഹോൾഡ് വർക്ക്. അപ്പോൾ എങ്ങനെയുള്ള എൻവയോൺമെൻ്റ് ആണ് വേണ്ടത്? ചിൽഡ്രൻ ഷുഡ് ഗ്രോ അപ്പ് ഇൻ ആൻ എൻവയോൺമെൻറ്റ് വേർ ബോത്ത് പാരൻസ് വർക്ക്, അല്ലേ, പാരൻസ് രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലി ആവണം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ഷെയർ ദ ഹൗസ് ഹോൾഡ് വർക്ക്, വീടുകളിലെ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യുന്ന ആ രീതിയിലാവണം. അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിലാണ് കുട്ടികൾ വളരേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വാട്ട് ക്യാൻ വി ഡു ടു ട്രീറ്റ് അതർ ജെൻഡർ ആസ് അവർ ഈക്വൽ? മറ്റുള്ള ജെൻഡർ നമ്മളെ ഈക്വലായിട്ട് കാണണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ റിയലൈസ് ആൻഡ് ആക്സെപ്റ്റ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഡിഫറെൻറ്റ്. മറ്റുള്ളവർ എന്താണ് ഡിഫറെൻ്റ് ആണ്, എല്ലാവരും ഡിഫറെൻ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.